നടൻ ജയസൂര്യക്കെതിരെ ഒരു കേസ് കൂടി ഇന്ന് രജിസ്റ്റർ ചെയ്തു. തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയതിന് തിരുവനന്തപുരം സ്വദേശിയായ നടി നൽകിയ പരാതിയിലാണ് കരമന പോലീസ് കേസെടുത്തത്. പിഗ്മാൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നതെന്ന് നടി വെളിപ്പെടുത്തി. വാഷ്റൂമിൽ പോയി തിരികെ വരുമ്പോഴായിരുന്നു അതിക്രമമെന്നും കേസുമായി മുന്നോട്ടു പോകുന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്നും നടി പറഞ്ഞു. ജയസൂര്യയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. കരമന പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ വി വിനോദ് ചേരുകയാണ്. വിനോദ്, ഇക്കാര്യത്തിൽ ജയസൂര്യക്കെതിരെ ആലുവയിലെ നടി നൽകിയ പരാതിയിലെ പോലെ തന്നെ FIR ഇട്ടപ്പോൾ റേപ്പിനുള്ള ചാർജ് ഇല്ലായിരുന്നു. ഇവിടെയും അങ്ങനെ തന്നെയല്ലേ? ഇപ്പോൾ കരമന പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്ന FIR-ലും റേപ്പ് ചാർജ് ജയസൂര്യക്കെതിരെ ഇല്ലല്ലോ. മഞ്ജുഷ, രണ്ടിലും ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടില്ല. സ്ത്രീത്വത്തിനെതിരെയുള്ള അധിക്ഷേപം, സ്ത്രീകളെ ആക്രമിക്കൽ, ലൈംഗിക താല്പര്യത്തോടുകൂടി പെരുമാറുക തുടങ്ങിയ കുറ്റങ്ങളാണ് ഇതിൽ ബലാത്സംഗ കുറ്റം വരുന്നില്ലെങ്കിലും ജാമ്യമില്ലാ വകുപ്പാണ്, തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത്. 4 പേർക്കെതിരെയാണ് ബലാത്സംഗ കുറ്റമുള്ളത്. സിദ്ദിഖ്, മുകേഷ്, ബാബു, മണിയൻ പിള്ള രാജു, ഈ 4 പേർക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടുണ്ട്. എന്നാൽ മറ്റുള്ളവർക്കെതിരെ ആ നിലയ്ക്ക് ഉള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടില്ല. രഞ്ജിത്തിനും ജയസൂര്യക്കുമെതിരെ ആ നിലയ്ക്കുള്ള കുറ്റങ്ങളല്ല ചുമത്തിയിരിക്കുന്നത്. ഏതായാലും ജയസൂര്യക്കെതിരെ 2 പരാതികൾ, അതായത് തിരുവനന്തപുരത്തുമായി 2 പരാതികൾ രജിസ്റ്റർ ചെയ്തു. 2 നടിമാരാണ്. വ്യത്യസ്ത സംഭവങ്ങളിൽ വ്യത്യസ്ത ലൊക്കേഷനുകളുടെ കാര്യമാണ് അവർ പറയുന്നത്. പക്ഷെ 2ഇടത്തും ജയസൂര്യ അവരെ ശാരീരികമായി ആക്രമിക്കാൻ ശ്രമിച്ചു, കയറി പിടിച്ചു എന്നുള്ളതാണ്. മറ്റൊരു കൊച്ചിയിലെ നടിയാകട്ടെ പറഞ്ഞത് ചുംബിച്ചു എന്നാണ്. തിരുവനന്തപുരത്തെ പരാതിയിൽ കരമന പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 2 പരാതിയിലും അവർ പറയുന്നത് ശുചിമുറിയിൽ പോയി മടങ്ങി വരുന്ന വഴിയിൽ ജയസൂര്യ കയറി പിടിച്ചു എന്ന നിലയ്ക്കാണ്. തിരുവനന്തപുരത്തെ പരാതി തൊടുപുഴയിലേക്ക് കൈമാറും. കരമന പോലീസാണ് ഇപ്പോൾ FIR എടുത്തിരിക്കുന്നത്. എങ്കിൽ തന്നെയും ഇത് ഈ തൊടുപുഴയിലേക്ക് മാറ്റും. കഴിഞ്ഞ ദിവസവും ഉന്നത IPS ഉദ്യോഗസ്ഥർ, ഈ ടീമുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ടിരുന്നു. പോലീസ് അവിടെ എത്തി, അവരുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തുന്നത് ഇതുവരെ. വിനോദ്, ഇപ്പോൾ ഈ പരാതി നൽകിയ നടി മാധ്യമങ്ങളുമായി സംസാരിച്ചുവല്ലോ ഇന്ന്. അപ്പോൾ ഈ സംഭവത്തെ പറ്റി എങ്ങനെയാണ് അവർ വിശദീകരിക്കുന്നത്? നേരത്തെ ഇക്കാര്യം അവർ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ ആരാണ് ആ നടൻ എന്ന കാര്യം വെളിപ്പെടുത്തിയിട്ടില്ല. പിന്നെ അതിനെക്കുറിച്ച് കുറെ അഭ്യൂഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവർ പരാതി നൽകിയിട്ടില്ല എന്നും അവർ പറയുന്നുണ്ടല്ലോ. സ്വമേധയാണ് പോലീസ് ഇതിൽ കേസെടുത്തത്, അന്വേഷണ സംഘം ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ജയസൂര്യയുമായിട്ട് ഇപ്പോൾ നല്ല ബന്ധത്തിലാണ്, ഇതെല്ലാം അവർ പറയുന്നുണ്ടല്ലോ. എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ഇന്ന് ഈ നടി മാധ്യമങ്ങളോട് പറയുകയുണ്ടായി? മഞ്ജുഷ, ഇതുവരെയും അവർ പേര് വെളിപ്പെടുത്തിയിരുന്നില്ല, ആരാണ് നടൻ എന്നുള്ള കാര്യം പറഞ്ഞില്ല. ഇന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അത് ജയസൂര്യയാണ് എന്ന കാര്യം വെളിപ്പെടുത്തിയത്. നേരത്തെ തന്നെ ഇവർ സിനിമയുടെ സമയം, അതായത് ഷൂട്ട് നടന്ന സമയവും ലൊക്കേഷനും ഒക്കെ പറഞ്ഞപ്പോൾ തന്നെ ജയസൂര്യയുടെ പേര് ഉയർന്നു വന്നിരുന്നു. എന്നാൽ നടി സ്വമേധയാ ആ കാര്യം വെളിപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോൾ ആ ഒരു വെളിപ്പെടുത്തൽ കൃത്യമായി ഉണ്ടായിരിക്കുന്നു. ഇന്ന് പറഞ്ഞത് ജയസൂര്യ തന്നെയാണ് ആ നടൻ. തന്നെ ശുചിമുറിയിൽ നിന്ന്, വാഷ്റൂമിൽ നിന്ന് തിരികെ വരുന്ന വഴിക്ക് കയറി പിടിക്കുകയായിരുന്നു. എതിർത്തപ്പോൾ മാറുകയും ചെയ്തു. അന്ന് ക്ഷമാപണം നടത്തി. ഇത്തരം കാര്യങ്ങളാണ് നടി പറയുന്നത്. ഏതായിരുന്നാലും ജയസൂര്യക്കെതിരെ 2 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതിൽ വിശദമായ അന്വേഷണം നടക്കും. ജയസൂര്യ ഇപ്പോൾ കേരളത്തിലില്ല, വിദേശത്താണ് എന്ന വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതുവരെ ഒരു അല്ലെങ്കിൽ ജയസൂര്യയുടെ ഒരു വിശദീകരണം, ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു പ്രതികരണം, വീഡിയോയോ മറ്റോ ഇതുവരെയും ജയസൂര്യ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. മുകേഷിന്റെ കാര്യത്തിലും സമാനമായ രീതിയിലാണ്. കഴിഞ്ഞ ദിവസവും ഇന്ന് രാവിലെ വരെയും അദ്ദേഹം തിരുവനന്തപുരത്തെ വീട്ടിലുണ്ടായിരുന്നു. അതിനുശേഷം എറണാകുളത്തേക്ക് പോയി എന്ന വിവരമാണ്. അഭിഭാഷകരുമായി സംസാരിക്കുന്നുണ്ട്. അറസ്റ്റിന്റെ സാഹചര്യം, 5 ദിവസത്തേക്ക് മുകേഷിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് കഴിഞ്ഞ ദിവസം കോടതി ഉത്തരവിട്ടിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ ഉത്തരവ്. ഈ ജയസൂര്യയുടെ കേസിൽ കേസുമായി മുന്നോട്ട് പോകുന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കും എന്നാണല്ലോ നടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രഹസ്യമൊഴിയുടെ കാര്യത്തിൽ അവരെന്തെങ്കിലും പറഞ്ഞോ? പോലീസിന് രഹസ്യമൊഴി നൽകുന്നുണ്ടോ അവർ? തീർച്ചയായും ഈ അന്വേഷണവുമായി സഹകരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ്, 2 ആൺമക്കളാണ്, മുതിർന്ന മക്കളാണ്. ഇത് 2013 നടന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളുമായി ആലോചിച്ച് അത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്ന കാര്യത്തിലൊരു തീരുമാനമെടുക്കും. തനിക്ക് നേരിടേണ്ടി വന്നൊരു ദുരനുഭവം അത് പുറം ലോകത്തെ അറിയിക്കുക എന്നതായിരുന്നു ഒന്നാമത്തെ താല്പര്യം. കേസുമായി മുന്നോട്ട് പോകുന്ന കാര്യം ഇപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട്, FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോകുന്ന കാര്യം വീട്ടുകാരുമായി
ആലോചിച്ച് ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്നാണ് നടി വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി വിനോദ്, ജയസൂര്യക്കെതിരെയുള്ള രണ്ടാമത്തെ കേസാണ്. രണ്ടിലും ഒരേ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ആലുവയിൽ പോലീസിന് മൊഴി നൽകിയ നടിയുടെ പരാതിയിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ നടിയുടെ പരാതിയിലുമാണ്. ഈ പരാതി ആസ്പദമായ സംഭവം നടന്നത് തൊടുപുഴയിലാണ്. പിഗ്മാൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. വാഷ്റൂമിൽ പോയി തിരികെ വരുമ്പോൾ അപ്രതീക്ഷിതമായി നടൻ കയറി പിടിക്കുകയായിരുന്നു എന്നാണ് നടി മാധ്യമങ്ങളോട് പറഞ്ഞത് അല്പം മുമ്പ്. എത്ര വലിയ നടനായാലും ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞു. നടിയെ വലിയ ഇഷ്ടമാണ് എന്ന് ജയസൂര്യ പറയുകയായിരുന്നു. എതിർത്തപ്പോൾ സോറി പറഞ്ഞു. ഈ തുടങ്ങിയ കാര്യങ്ങളാണ് നടി പറഞ്ഞത് മാധ്യമങ്ങളോട്. ഈ കേസുമായി മുന്നോട്ട് പോകുന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കും എന്നാണ് നടി അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ജയസൂര്യക്കെതിരെ രണ്ടാമത്തെ കേസാണ് ഇപ്പോൾ അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ കൂടി ചേരുകയാണ്. ഡാനി, ഏറ്റവും പ്രധാനപ്പെട്ട കേസ് കൊച്ചിയിലാണല്ലോ. മരട് പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്ന മുകേഷിനെതിരെയുള്ള കേസ്, അതുപോലെ തന്നെ ഇടവേള ബാബുവിനെതിരെയുള്ള കേസ്. ഫോർട്ട് കൊച്ചിയിലും നോർത്തിലും രണ്ട് കേസുകൾ, ഒന്ന് ഇടവേള ബാബുവിനെതിരെയും മറ്റൊന്ന് മണിയമ്പിള്ള രാജുവിനെതിരെയും. ഈ കേസുകളിൽ എന്തായിരുന്നു ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നടപടികൾ? ഇന്ന് നടിയുടെ രഹസ്യമൊഴിയെടുക്കുമോ? മഞ്ജുഷ, ഇന്ന് നടിയുടെ രഹസ്യമൊഴി എടുക്കും. എറണാകുളത്താണ് മഞ്ജുഷ കോടതിയിലെ രഹസ്യമൊഴി ഉച്ചയ്ക്ക് ശേഷം എടുക്കും. അത് 7 കേസുകളിലായിട്ട് പരാതി നൽകിയിട്ടുള്ള 7 കേസുകളിലും പ്രത്യേകം മൊഴി എടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി ഉച്ചയ്ക്ക് ശേഷം ഇവിടേക്ക് ഈ പരാതിക്കാരിയെ പ്രത്യേക അന്വേഷണ സംഘം ഇവിടേക്ക് എത്തിക്കും. അതിന് മുൻപായിട്ട് ഇപ്പോൾ സംഘം തന്നെ ഈ 7 കേസുകളിലും 7 കേസുകളും നിരീക്ഷിക്കുന്നതിനും അതോടൊപ്പം തന്നെ അന്വേഷണം നടത്തുന്നതിനുമായിട്ട് പ്രത്യേക സംഘത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇവരിൽ നിന്നിപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ ഡിവൈഎസ്പി ശ്രീ ബൈജിന്റെ നേതൃത്വത്തിലുള്ള സംഘം പോലീസ് ഇവരുടെ ഫ്ളാറ്റിലെത്തി ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷമായിരിക്കും ഇവരെ കോടതിയിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം മൊഴിയെടുപ്പ് ഇവിടെ നടക്കും. ഇന്ന് രാവിലെ ഈ പൂഞ്ചയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നിരുന്നു. ഈ കേസിന്റെ ഇതുവരെയുള്ള ഒരു വിശദാംശങ്ങൾ മാത്രവുമല്ല അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘം വിലയിരുത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ കേസുകൾ ഓരോന്നായി വിഭജിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തത്. ഏതായാലും ഇതിൽ അന്വേഷണ സംഘം വിശദമായ രീതിയിലേക്ക് മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു ഭാഗത്ത് അതോടൊപ്പം തന്നെയാണ് ഇതിൽ കൂടുതൽ അന്വേഷണങ്ങൾക്ക് വേണ്ടി തന്നെയും മൊഴി എടുക്കുന്നതിന് ഒപ്പം തന്നെയും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾക്ക് കൂടി നീങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുള്ള അന്വേഷണ സംഘം ഒരു ഭാഗത്ത്. ശരി, ഡാനിയാണ് വിവരങ്ങൾ നൽകിയത്. മുകേഷിന്റെ വിഷയം CPM-ന്റെ സെക്രട്ടേറിയറ്റ് ഇന്ന് പരിഗണിക്കുന്നുണ്ടെന്നാണ് വിവരം. സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ചില തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം.